ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഈ മാസത്തെ ആനുവൽ ലീവ് തുടങ്ങുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പണിയുണ്ട്. ഇന്ന് നല്ല രീതിയിൽ പണിയുള്ളതുകൊണ്ട് രാവിലെ ഒരു സിമ്പിൾ രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിന് ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് JS. ഈ ഒരു ആനുവൽ ലീവിൽ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആനുവൽ ലീവ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഒരു ടൈമും കൂടെ ആയിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയൊരു ടൈമും കൂടെ ആയിരുന്നേ. ഇനിയിപ്പോൾ എന്തിനാ റെസ്റ്റ് വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടി, വീട്ടിലെ പണി, ഇതെല്ലാം കൂടി കാരണമാണ് ഞാൻ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. കാരണം 1.5 ആഴ്ചയായിട്ട് അമ്മ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അമ്മ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ അതിന് അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ വീട്ടിലെ പണികളെല്ലാം കാണും. കുക്കിംഗ് ആണെങ്കിൽ സ്പെഷ്യലായിട്ട് കാണും. കാരണം 3 പേരുണ്ടല്ലോ വീട്ടിൽ. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ സ്റ്റക്കാവും. പിന്നെ അതിന് അമ്മയും ഞാനും കൂടെ ആയിരിക്കും ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടുകൊണ്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങാനും പറ്റിയിട്ടില്ല. അപ്പം അതെല്ലാം കാരണം ഒരു റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയൊരു ആനുവൽ ലീവ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് മടുത്തു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഈ ഒരു ആനുവൽ ലീവിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞു സ്ഥലത്ത് വല്ലതും പോയാലോ എന്നുള്ളത്. അച്ഛൻ UK വന്ന സമയത്ത് ഞങ്ങളൊരു സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്തായിരുന്നു ഒന്ന് വെയിൽസ് വരെ ഒന്ന് പോയാലോ എന്നുള്ളത്. പക്ഷെ അന്ന് ഞങ്ങൾ ട്രാവലിംഗ് മാത്രം ബുക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. ബാക്കി ഹോട്ടലോ കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ചില റീസൺസ് കാരണം ഞങ്ങൾക്ക് ആ ഒരു ട്രിപ്പ് മാറ്റി വെക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു പ്രാവശ്യം ഈ ഒരു ആനുവൽ ലീവിൽ ഞങ്ങൾ ഓർത്തുന്ന പിന്നെ ഒന്ന് വെയിൽസ് വരെ പോയിട്ട് വന്നാലോ എന്നുള്ളത്. വെയിൽസ് എന്ന് പറയുമ്പം വെയിൽസിൻ്റെ എല്ലാ ഭാഗത്തും പോകുന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു റീജൻ മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഐറ്റിനറി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും 3 ഡേയ്സിന് വേണ്ടി മാത്രം. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണമല്ലോ. അങ്ങനെ അലക്കാനുള്ള തുണികളെല്ലാം ഞാനൊന്ന് അലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സ്നാക്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് നമ്മൾ കടയിലോട്ട് പോവാണ് കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പോകുന്നൊക്കെ കടകളൊക്കെ തന്നെയാണ്. അൽഡി, അസ്ത, പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് TK Maxx ഉള്ളതുകൊണ്ട് ചുമ്മാ ഒന്ന് TK Maxx വരെ കയറി നോക്കാന്നുള്ള രീതിയിൽ അവിടെയും പോകുന്നുണ്ട്. ഇന്നലെ വരെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. ഇന്നൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. നാളെയാണ് നമ്മൾ ട്രിപ്പിന് ഇറങ്ങുന്നത്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ലണ്ടൻ വിക്ടോറിയ എന്നാണ് നമ്മൾ ഫ്ലിക്സിനാണ് പോകുന്നത്. അപ്പോൾ ലണ്ടൻ വിക്ടോറിയ എന്നാണ് ഫ്ലിക്സ് ഉള്ളത്. അങ്ങനെ ഇവിടുന്ന് ലണ്ടൻ വിക്ടോറിയ നമ്മൾ ട്രെയിൻ വഴി പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഫ്ലിക്സ് കയറിയിട്ടാണ് നമ്മൾ വെയിൽസിലെത്തുന്നത്. ഇന്നത്തെ ദിവസം വെയിൽ വന്നിട്ട് പോലും ഇല്ലായിരുന്നു. ഭയങ്കര ക്ലൗഡി ആയിരുന്നു. കണ്ടില്ല, ഒരു മഴക്കാരനൊക്കെ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അവസാനം TK Maxxൽ കയറി. TK Maxxന് തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ ന്യൂ ലുക്കും നെക്സ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ അൽഡിന്ന് അവസ്ഥയിൽ നിന്നും കുറച്ച് എക്സ്ട്രാ സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വെച്ചു. കാരണം നമ്മൾ വെയിൽസിൽ ആ ഒരു ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോട്ടലിൽ നമ്മളൊന്ന് കുക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിത്ത് കിച്ചണാണ് നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് പാളിപ്പോയാലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ വല്ല സ്നാക്സോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നോക്കാനായിട്ടാണ് നമ്മൾ അസ്തയിൽ വന്നത്. ഇപ്പം സമയം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഒന്ന് ആഞ്ഞു പിടിച്ച് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലേ വല്ല നടക്കത്തുള്ളൂ. ഇനി പാക്കിംഗ് കഴിഞ്ഞിട്ട് എനിക്കിനി കുളിക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഒരു സെറ്റും കൂടി ഇനി തുണി അലക്കാനായിട്ടുണ്ട്. അതോടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് പാക്കിംഗ് തുടങ്ങാവേ. ഞാൻ ഡ്രസ്സ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ടുണ്ട്. കാരണം വെയിൽസിൽ നല്ല രീതിയിൽ തണുപ്പാണെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് കട്ടിയുള്ള ഡ്രസ്സ് വേണം വെയിൽസിൽ പോകാനായിട്ട് ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് മോഡിഫിക്കേഷൻസ് ഇങ്ങോട്ടും വരുത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ദിവസം, അതായത് നാളെ ഞാൻ ഇടാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ഗോൾഡൻ ടോപ്പാണ്. അത് അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ടോപ്പാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെ കാര്യമായി വെളിയിലോട്ട് ഇറങ്ങും. പക്ഷെ അങ്ങനെ കാര്യമായി ഒന്നും അങ്ങനെ ഡെസ്റ്റിനേഷൻ പ്ലാനിങ് ഒന്നുമില്ല. ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ സാധാ ഒരു ടോപ്പ് ഇട്ടാൽ മതിയല്ലോ. ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ എഴുതിയിരിക്കുന്ന ഗ്രേ സ്വെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അത് ഞാൻ മാറ്റും കേട്ടോ. എനിക്ക് ആ സ്വെറ്റർ ഇടാനായിട്ട് അന്ന് വലിയ താല്പര്യമില്ല. പക്ഷെ അത് കട്ടിയുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല ആ ഡ്രസ്സ് ഒന്ന് ഇടാനായിട്ട്. അതുകൊണ്ട് ആ ഡ്രസ്സ് ഞാൻ മാറ്റാനായിട്ട് പോവാണ്. പകരം വേറൊരു സ്വെറ്ററാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. പിന്നെ കോട്ടാണെങ്കിൽ പുറേ കാണുന്ന ആ ഒരു റെഡ് കോട്ട് തന്നെയാണ് ഇടാനായിട്ട് പോകുന്നത്. കാരണം എനിക്ക് 2 വലിയ കോട്ട്സ് ആണുള്ളത്. ഒന്ന് ബ്ലാക്ക് ഉണ്ട്, ഒന്ന് റെഡ് ഉണ്ട്.
ഈ രണ്ടും നല്ല തണുപ്പ് സമയത്ത് ഞാൻ ഇടുന്നതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം റെഡിനോടാണ്. കാരണം റെഡ് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു കോട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടത്തേനെക്കാട്ടും നല്ല തണുപ്പുണ്ട് വെയിൽസിൽ. അപ്പോൾ റെഡ് കോട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. അതുകൊണ്ട് റെഡ് കോട്ടാണ് ഇടുന്നത്. അപ്പോൾ പാരീസിൽ ഞാൻ പോയപ്പോൾ റെഡ് കോട്ട് തന്നെയായിരുന്നു ഇട്ടത്. ഈ പ്രാവശ്യം അത് തന്നെയാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 1 by 1 ആയിട്ട് തുടങ്ങിയാലോ. ഈ റൂമിലെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ, നമുക്ക് ഫോൺ വെക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ഈ ഫോൺ ഞാനിപ്പോൾ വെച്ചേക്കുന്ന വാനിറ്റി ഡെസ്കിന്റെ മുകളിൽ തന്നെയാണ്. മറ്റേ സ്റ്റാൻഡ് ഉണ്ട് നമുക്ക്, പക്ഷെ എന്നാലും ആ സ്റ്റാൻഡ് ഇവിടെ വെക്കാനായിട്ട് ഒരു ശകല സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫോൺ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചേക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ മുകളിൽ കയറി ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ഈ ബാഗിനകത്താണ് നമ്മുടെ എല്ലാ ട്രാവൽ എസെൻഷ്യൽസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ നമുക്കിനി പതൊക്കെ ഇവിടെ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് എടുക്കാനായിട്ട് തുടങ്ങാം. ഇത് ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്വാഗീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പൊ ആ പോയിന്റ്സ് വെച്ചിട്ട് ഞാൻ മേടിച്ചാണ് ഈ ഒരു ബാഗ്. ഇതെന്തായാലും നമുക്ക് ആവശ്യമില്ല, കാരണം ഓൾറെഡി ഞാൻ പാരീസിൽ പോയ സമയത്ത് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതിനി ഫില്ല് ചെയ്യണ്ട. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും ആവശ്യം വരും. പിന്നെ ഇതും വേണ്ടതാണ്. ഇതായിരുന്നു നമ്മൾ പാരീസിൽ കൊണ്ടുപോയ ആ ഒരു കിറ്റ്. ഇത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാവേ. ഈ ഒരു ക്യൂബിക്കലിനകത്ത് എൻ്റെ ഡ്രസ്സ് ഇടും, ഒരു ക്യൂബിക്കലിനകത്ത് അച്ഛന് ഡ്രസ്സ് ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ യൂഷ്വലി എൻ്റെ ആദ്യത്തെ ദിവസത്തെ ഡ്രസ്സ് എടുക്കുമ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ ദിവസത്തെ ഡ്രസ്സ് എടുക്കും. ഞാൻ അങ്ങനെയാണ് എടുക്കാറുള്ളത്. മാക്സിമം ഞാൻ ഒരുമിച്ച് മാച്ചിങ് ആവുന്ന രീതിയിലായിരിക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാറുണ്ട്. നമുക്ക് എല്ലാ ഡ്രസ്സസും മാച്ചിങ് ആവില്ലല്ലോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല കുറച്ചൊക്കെ നമുക്ക് ഡ്രസ് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഡ്രസ്സ് ഈ ഒരു ബ്ലാക്ക് സ്വെറ്റർ ആണേ. കണ്ടോ, ഇവിടെ ഇങ്ങനെ 3 ബട്ടൺസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഞാൻ പൗണ്ട്ലാൻഡിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഏകദേശം 2 വർഷമായി. ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ മേടിച്ച ഡ്രസ്സായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ്. എനിക്ക് ശരിക്കും ബ്ലാക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് വന്നാലും ഞാൻ എടുക്കും. ബ്ലാക്കും ബ്ലൂ ആണ് ഞാൻ ഓടി പോയി എടുക്കുന്ന ഒരു കളേഴ്സ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. എന്തായാലും നമുക്ക് മെയിൻ ദിവസം, അതായത് വെയിൽസിൽ ഫുള്ളായിട്ടുള്ള ഒരു ദിവസം നമുക്ക് ഈ ഡ്രസ്സ് ഇടാം. 3ാമത്തെ ദിവസം ഞാൻ ഇടുന്നത്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുന്ന ആ ദിവസം ഞാൻ ഇടുന്നത് ഈ ഒരു ഗ്രേ സ്വെറ്റർ ആണേ. ഇതും ഞാൻ പൗണ്ട്ലാൻഡിൽ നിന്നാണ് മേടിച്ചത്. ഇത് അത്യാവശ്യം കുഴപ്പം ഒന്നും ഇല്ലാത്തതാണ്. കുറച്ച് ഹൈനെക്കാണ്, എന്ന് വെച്ചാൽ ടേർട്ടിൽ നെക്ക് അല്ല, എന്നാലും ഇവിടെ വരെ വരുന്നതാണ് ഇതിന്റെ നെക്ക് പോർഷൻ എന്ന് പറയുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഡ്രസ്സാണ്. എനിക്ക് യൂഷ്വലി ഈ കട്ടിയുള്ള സ്വെറ്റേഴ്സ് ഇടാനായിട്ട് വലിയ താല്പര്യമില്ലാത്തതാണ്. കാരണം എന്റെ കട്ടിയുള്ള സ്വെറ്റേഴ്സിന് എല്ലാത്തിനും ഏകദേശം ഒരു ന്യൂട്രൽ ഷെയ്ഡാണ് വരുന്നത്. ഗ്രേ, പിന്നെ വൈറ്റ് വരുന്നുണ്ട്. മിക്കതും ഗ്രേ വന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ വെയിൽ സ്ട്രിപ്പിന്റെ ഏകദേശം എല്ലാം ഒരു ന്യൂട്രൽ കളറാണ് വന്നേക്കുന്നത്. റെഡോ പിങ്കോ പേർപ്പിളോ അങ്ങനത്തെ കളേഴ്സ് ഒന്നുമില്ല. ഈ ബ്ലാക്ക്, ഗ്രേ അങ്ങനത്തെ കളേഴ്സ് ഒക്കെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു കട്ടിയുള്ള സ്വെറ്റേഴ്സ് ഇടണമെന്ന്. പക്ഷെ നമുക്ക് നമ്മുടെ ഹെൽത്തോടെ നോക്കണമല്ലോ. കട്ടിയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മുടെ ലീവൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അതിൽ നല്ലത് നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണം, പ്ലസ് ഡ്രസ്സിൻ്റെ ഇതും കൂടെ ഒക്കെ നോക്കിയിട്ട് വേണമല്ലോ നമ്മളെല്ലാം കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ദിവസത്തെ ഡ്രസ്സ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൂടെ എടുക്കുന്നുണ്ട്. അത് ചുമ്മാതാണ് കേട്ടോ, ജസ്റ്റ് ഇൻ കേസ് ഇപ്പം എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ. യൂഷ്വലി എല്ലാ ഗേൾസും അങ്ങനെ ആണല്ലോ, ഒരു എക്സ്ട്രാ ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ്. ഇത് മിക്ക വീഡിയോസിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ്. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ മേടിച്ചത് ടെസ്കോയിൽ നിന്നാണ് കേട്ടോ. ഇത് ഞാൻ നോക്കുകയാണ് ഇത് എവിടെ നിന്നാണ് മേടിച്ചത്. ഞാൻ ടെസ്കോയിൽ നിന്നാണ് ഇത് മേടിച്ചത്. FNF എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ്. ഭയങ്കര കംഫിയാണ് ഈ ഒരു ഡ്രസ്സ് ഇടാനായിട്ട്. അങ്ങനെ അപ്പോൾ 3 ഡ്രസ്സുകൾ ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എടുക്കാവേ. ഇനിയിപ്പോൾ എൻ്റെ സെക്ഷൻ കഴിഞ്ഞു, ഇനി അച്ചുവിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ അച്ചുവിൻ്റെ ഡ്രസ്സിൽ നിന്ന് സെക്കൻഡ് ഡേ, അതായത് വെയിൽസിൽ നിൽക്കുന്ന ആ ദിവസം അച്ചുവിന് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഈ ഒരു ഷെയ്ഡാണേ. അപ്പം ഞാനൊരു ബ്ലാക്ക് വിത്ത് ഗോൾഡൻ സ്ട്രിപ്സ് ഉള്ള ആ ഡ്രസ്സാണല്ലോ ഇടുന്നത്. അപ്പം ഇത് ബ്ലാക്ക് എന്ന് പറയാൻ പാടില്ല, ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ് ഇത്. ഇതെനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് പൗണ്ട്ലാൻഡിൽ നിന്ന് ഞാൻ അച്ഛന് മേടിച്ചു കൊടുത്തതാണ്. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇത് എവിടെ നിന്നാന്നുള്ളത്. എന്തായാലും ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. ഇത് അത്യാവശ്യം
കുറച്ച് കട്ടിയൊക്കെ ഉള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ഫർ ടൈപ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം കുറച്ച് വാമൊക്കെ ആവുന്നൊരു ടൈപ്പാണേ. അപ്പം ഈ ഒരു ഡ്രസ്സ് സോർട്ടഡ് ആയി. മൂന്നാമത്തെ ദിവസം, അതായത് വെയിൽസിൽ നിന്ന് ലണ്ടനിലോട്ട് വരുന്ന ആ ദിവസം അച്ചിടാൻ പോകുന്ന ഡ്രസ്സ് ഇതാ ഈ ഒരു ഗ്രേ ആണ്. ഇത് പ്രൈമാർക്കിൽ നിന്നാണ് മേടിച്ചത്. ഇതും അത്യാവശ്യം ഭയങ്കര കട്ടിയുള്ള ഡ്രസ്സാണ്. അപ്പം ഇത് കാണുമ്പോഴേ മനസ്സിലല്ലോ, ഭയങ്കര കട്ടിയുള്ള ടൈപ്പാണ്. അപ്പം ഞാനും ഏകദേശം ഒരു ഗ്രേ ഷെയ്ഡാണല്ലോ, അപ്പോൾ അച്ഛനും ആ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടി ഒരു എക്സ്ട്രാ ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചല്ലോ, അപ്പോൾ അച്ഛനും അതുപോലെ ഞാനൊരു എക്സ്ട്രാ സ്വെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഷെയ്ഡാണേ. ഇത് സത്യം പറഞ്ഞത് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമേ അല്ലാത്തതാണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമാണ്, പക്ഷെ ഇത് ഭയങ്കര ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഭയങ്കര ഡിമ്മായിട്ട് വന്നൊരു ഷെയ്ഡാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമല്ല. ഇത് പ്രൈമാർക്കിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു ഡ്രസ്സാണ്. അപ്പം ഇതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കഴുകുന്ന ഒരു സ്വെറ്റർ. ഇതൊരു ബ്ലാക്ക് സ്റ്റോക്കിങ്സ് ആണേ. അപ്പം ഇത് ഞാൻ തെമൂന്നാണ് മേടിച്ചത്. ഇത് ഞാൻ അതിനകത്ത് കണ്ടപ്പം സ്റ്റോക്കിങ്സിൻ്റെ ഇൻസൈഡിൽ കുറച്ച് ഫെറായിട്ടുള്ളതാണ് ഞാൻ കണ്ടത്. then നമുക്ക് നോക്കാം കേട്ടോ, കാരണം ഇതൊക്കെ ജീൻസിനടി ഇടുമ്പം കുറച്ചുകൂടെ വാമായിട്ടായിരിക്കും കിട്ടുന്നത്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കണ്ടോ, ഇതിൻ്റെ അടിവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നുവെച്ചാൽ ഇൻസൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഔട്ട്സൈഡ് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് സ്റ്റോക്കിങ്സ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഇത് ഞാൻ നാളെ ഇടുന്നുണ്ട്, കാരണം ജീൻസിൻ്റെ അടിയിൽ ഇതിടുമ്പോൾ കുറച്ചുകൂടെ വാമായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ ഇടാനായിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് അച്ഛൻ എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ പാരീസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്തും ഈ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് ഞാൻ നാളെ ഇടാനായിട്ട് പോകുന്നത്. അച്ഛൻ ഇടാനായിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണേ. അപ്പോൾ ഇത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഇത് എവിടെ നിന്നാണ് മേടിച്ചത്. ഇത് അച്ഛൻ തന്നെയാണെന്ന് തോന്നുന്നു മേടിച്ചത്, ബഹ്റൈനിൽ നിന്ന് മേടിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് അച്ഛൻ ഇടാനായിട്ട് പോകുന്നത്. അങ്ങനെ ഡ്രസ്സിന്റെ സെക്ഷൻ അല്ല ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അതിനെ പറ്റിയുള്ള ആക്സസറീസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ പതുക്കെ നമുക്ക് പാക്കിങ്ങിലോട്ട് പോവാട്ടോ. ഇതപ്പം എൻ്റെ ആ ഒരു ഡ്രസ് സെറ്റ്, ഇത് അച്ഛൻ്റെ ഡ്രസ് സെറ്റ്. അപ്പൊ ഏകദേശം ഡ്രസ്സിന്റെ സെറ്റുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഗ്ലൗസും മഫ്ലറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പതുക്കെ ഒന്ന് സോർട്ട് ചെയ്യട്ടെ. ക്യാപ്പും ഗ്ലൗസും മഫ്ലറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് അച്ഛൻ്റെ സെറ്റാണ്. ഇതാണ് എൻ്റെ സെറ്റ്. എൻ്റെ ഫുള്ള് ബ്ലാക്ക് ആണ് കേട്ടോ. അച്ഛൻ്റെ ഫുള്ള് ഇതാ ഇങ്ങനത്തെ ഒരു കളേഴ്സാണ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ പാക്ക് ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ബാഗിനകത്ത് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത് പാക്ക് ചെയ്യാനായിട്ടുള്ളത് കമ്മലും മാല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നാളത്തെ ഡ്രസ്സിൻ്റെ എന്തായാലും എനിക്ക് കമ്മൽ സെറ്റാണ്. അപ്പോൾ ഈ ഒരു കമ്മലാണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പ്ലൂട്ടോ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു കമ്മൽ. അപ്പോൾ ഇത് മാത്രമായിട്ട് ഇടുന്നുള്ളൂ, മാലയൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ദിവസമാണ് ബ്ലാക്ക് ഇടുന്നത്. അപ്പൊ ബ്ലാക്ക് ഇടുന്ന ദിവസം ഞാൻ ഇടാൻ പോകുന്ന കമ്മൽ ഞാൻ കാണിച്ചിടാവേ. അപ്പൊ ബ്ലാക്കിന്റെ ദിവസം ഇടാൻ പോകുന്ന കമ്മല് ഈ ഒരു കമ്മലാണേ. കേട്ടോ, നല്ല രസമില്ല കാണാൻ. ഇത് എനിക്ക് തോന്നുന്നു ഷീനിന്നാണെന്ന് തോന്നുന്നു ഈ ഒരു കമ്മൽ മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. കേട്ടോ, നല്ല രസമല്ലേ. ഈ ഒരു കമ്മലാണ് ബ്ലാക്ക് ഇടുന്ന ദിവസം ഞാൻ ഇടുന്നത്. അപ്പൊ അതിന് എന്തായാലും ഞാൻ മാല ഒന്നും ഇടുന്നൊന്നുമില്ല, കാരണം ഓൾറെഡി ആ ഒരു ഡ്രസ്സ് കുറച്ച് ഒരു ഹൈലൈറ്റ് ടൈപ്പുള്ള ഡ്രസ്സാണ്, കാരണം ഗോൾഡൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും മാല ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഞാൻ മാല ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് കമ്മൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ദിവസം ഇടാൻ പോകുന്ന ഡ്രസ്സിന്റെ കമ്മല്, ഗ്രേ ഡ്രസ്സിന്റെ കമ്മല് ഈ ഒരു വൈറ്റ് സ്റ്റഡാണേ. അപ്പൊ ഇത് പല പല സൈസസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഞാൻ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു കമ്മലാണ് ഇടാനായിട്ട് പോകുന്നത്. അതിനും മാലയുടെ ആവശ്യമില്ല. പിന്നെ മോതിരം ഞാൻ റാൻഡമായിട്ടാണ് എടുത്തു വെക്കാറുള്ളത്. പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ അധികം മോതിരമൊന്നും ഇടാറില്ല. എനിക്ക് മൂഡ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ മോതിരങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ജസ്റ്റ് റാൻഡമായിട്ടുള്ള മോതിരങ്ങൾ മാത്രമേ എടുത്തു വെക്കുന്നുള്ളൂ. അപ്പം ഇതോടെ നമ്മുടെ ആക്സസറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോസ്മെറ്റിക്സ് ഇങ്ങനെ അധികം എടുത്തു വെക്കാനായിട്ടില്ല, നാളെ ഒരുങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ എടുത്തു വെക്കാറുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തായാലും ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് മിക്ക സമയത്തും നമ്മൾ ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു ട്രാവൽ പൗച്ച്. ഇതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഓൾറെഡി ഒരു വാസ്ലിൻ ഇരിപ്പുണ്ട്, പിന്നെ നമ്മൾ എൻ്റെ ബ്രഷ് ഇരിപ്പുണ്ട്, പേസ്റ്റ് ഇരിപ്പുണ്ട്. പിന്നെ ഈ സിപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു കോട്ടൺ പാഡ്സ് ഇരിപ്പുണ്ട്, പിന്നെ ഒരു ടിഷ്യൂ ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ ഷാജൽ ആണ്, ആൻഡ് ബോഡി ലോഷൻ, ഷാംപൂ,
പിന്നെ ക്ലെൻസർ. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പൗച്ചിനകത്ത് ഇരിക്കുന്നത്. ഇതാണ് യൂഷ്വലി എല്ലായിടത്തും നമ്മൾ കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഇതിന് മുന്നിൽ ജസ്റ്റ് 2 ടവൽസ് ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ പാരീസിൽ പോകുന്ന ആ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ആവും, ഒരു ടവൽ രീതിയിൽ ഇതാവും. ഈ 2 സാധനം ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോക്കറ്റ് സ്പ്രേ കൂടെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു സ്പ്രേ. അപ്പം ഇത് നമ്മൾ ഷെഫീൽഡിൽ നിന്ന് ഏതോ ഒരു സമയത്ത് MNC പോയപ്പോൾ മേടിച്ചൊരു സ്പ്രേ ആണ്. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു സ്പ്രേയും കൂടെ അതിനകത്ത് എടുത്ത് വെക്കുന്നുണ്ടേ. പിന്നെ വേറൊരു പൗച്ച് എന്ന് പറയുന്നത് ഇതൊരു മേക്കപ്പ് പൗച്ച് എന്നൊക്കെ വേണേൽ പറയാം. ഇതിനകത്ത് എൻ്റെ കണ്ണെഴുതുന്ന സാധനവും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ കയറുന്നതാണ്, ലിപ്സ്റ്റിക് ഒക്കെ കയറുന്നതാണ്. അപ്പോൾ അതെന്തായാലും നാളെ വരത്തുള്ളൂ. ഇതിനകത്ത് ഞാനിപ്പം വെച്ചേക്കുന്നത് സ്ലൈഡ് വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ വന്നേക്കുന്ന സ്ലൈഡ്. പിന്നെ 2-3 സേഫ്റ്റി പിന്നും കൂടെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ് ഒരു എമർജൻസിക്ക്. പിന്നെ ഇത് യൂഷ്വലി ഞങ്ങൾ രണ്ടുപേരുടെ ചീപ്പാണ്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പൗച്ചസിലും ടിഷ്യൂ കോമൺ ആയിട്ട് കാണും കേട്ടോ. അത് ചുമ്മാ ഞാൻ വെച്ചേക്കുന്നതാണ്, എപ്പോഴേലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് ഓർത്തുകൊണ്ട്. അങ്ങനെ ഇതെന്തായാലും നാളെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു പൗച്ചിനകത്ത് നമ്മുടെ ചാർജേഴ്സ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട്, മൊബൈൽ ചാർജേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതും നാളെ ഫില്ലാകത്തുള്ളൂ. പിന്നെ ഇത് പാഡും മറ്റേ ഫേഷ്യൽ വൈപ്സും, ഈ 2 സാധനങ്ങൾ കൂടെ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി അങ്ങോട്ട് പാക്ക് ആയി കഴിയും. അപ്പൊ ഡ്രസ്സിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഒക്കെ ആണെങ്കിൽ അത് എയർ ഫ്രയറിൽ നമ്മൾ മീൻ വർക്കാണ് കേട്ടോ. അപ്പൊ നമുക്കിനി എടുത്ത് വെക്കാനായിട്ടുള്ളത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ കുക്കിംഗ് ചെയ്യാനായിട്ട് ഒരു ചെറിയ രീതിയിൽ പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് മസാലകളൊക്കെ കൊണ്ടുപോകണമല്ലോ. അതിനപ്പം ഈ ഒരു കുഞ്ഞ് പാത്രത്തിനകത്ത് നമുക്ക് ഓരോരോ പൊടികൾ നിറച്ച് വെക്കാവേ. അപ്പൊ ഞാൻ ഇതിന്റെ 4 ബോക്സസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മഞ്ഞളും മല്ലി, മുളക് പൊടി, പിന്നെ ഗരം മസാല ഇട്ട് വെക്കാനായിട്ട്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് ഉപ്പിട്ട് വെക്കാനായിട്ടാണേ. അപ്പൊ നമുക്കിനി അത് ഫില്ല് ചെയ്യാം. ആദ്യമൊക്കെ നമ്മൾ നോക്കി ഹോട്ടൽസ് എല്ലാം ഈ സാധാ ടൈപ്പുള്ള ഹോട്ടൽസ് ആണ് കേട്ടോ. ഈ ബെഡ്റൂംസ് മാത്രമുള്ള, ബെഡ്റൂംസും ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമുള്ള ആ ഒരു രീതിയിലുള്ള ഹോട്ടലായിരുന്നു നോക്കിയത്. പിന്നെ ഓർത്തുന്ന പിന്നെ നമുക്കൊരു കിച്ചണും കൂടെ ഉള്ള ഒരു രീതിയിലുള്ള സെറ്റപ്പ് നോക്കിയാലോ, ഒരു വീട് പോലുള്ളൊരു സെറ്റപ്പ്. ആ രീതി നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നി. റിവ്യൂസ് നോക്കിയപ്പോൾ നല്ല രീതിയിലാണ് റിവ്യൂസും കണ്ടത്. എന്നാൽ പിന്നെ അത് ബുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർത്തുന്ന പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം, അതപ്പോൾ ഒരു വെറൈറ്റി ഒരു രീതിയിലുള്ള ട്രിപ്പൊക്കെ ആവുമല്ലോ. അങ്ങനെ എന്ത് കുക്ക് ചെയ്യും എന്ന് ഇതുവരെ ഡിസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മുടെയൊക്കെ ഡിഷ് തന്നെ ആയിരിക്കുമല്ലോ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ മസാലകളെല്ലാം ഇന്നെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ മഞ്ഞൾ, മല്ലി, മുളക് പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. പിന്നെ പെപ്പറിൻ്റെ മറ്റേ ക്രഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതും കൂടെ എടുക്കാമെന്ന് വെച്ചു. നമ്മൾ കട്ട്ലറീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എണ്ണയും ഡിഷ് വാഷിംഗ് ലിക്വിഡും മാത്രമുള്ളൂ എടുത്ത് വെക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഡിഷ് വാഷിംഗ് ലിക്വിഡ് എടുത്ത് വെക്കുന്നത്. ഈ ഒരു ബോട്ടിലിനകത്താണ് എണ്ണ എടുത്ത് വെക്കാനായിട്ടിരിക്കുന്നത്. ഈ 2 ബോട്ടിൽസ് ന്യൂ ആണ് കേട്ടോ, നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പം എന്തായാലും നമുക്ക് ഇതിനകത്ത് എണ്ണയൊക്കെ ഒന്ന് നിറയ്ക്കാവേ. ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ എടുത്ത് വെക്കണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു വരിക്ക് പോകുന്നതല്ലേ, എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് എല്ലാം അങ്ങോട്ട് പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്തോടെ പിന്നെ ഞാൻ അങ്ങോട്ട് കുളിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് വെയിൽസിൻ്റെ വിശേഷങ്ങൾ കാണാവേ. അപ്പോൾ നാളത്തെ വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയാൻഡസ് സൈനിങ് ഓഫ്. ബൈ.